പച്ചപ്പണിഞ്ഞ മലനിരകളും ശാന്തമായ ഗ്രാമവഴികളും നിറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മെ വരവേൽക്കുന്ന ഒരു സവിശേഷ കാഴ്ചയുണ്ട്. പ്രകൃതിയുടെ നിശബ്ദതയിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന വഴിയോര കുരിശുകൾ. ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വിശ്വാസത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി നിലകൊള്ളുന്ന ഈ കുരിശുകൾ യാത്രക്കാരുടെ മനസ്സിന് ആത്മീയ സാന്നിധ്യമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോഴായിരിക്കുന്നത് ഇങ്ങനെയൊരു വഴിയോര കുരിശുകൾ ഉള്ള ഒരു സ്ഥലത്താണ്. ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ അതുപോലെയുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കിതുപോലെ വഴിയോരത്ത് നമ്മുടെ നാട്ടിലെ കുരിശു പള്ളികൾ പോലെ ഇവിടെ വഴിയോരത്ത് ഇങ്ങനെ കുരിശുകൾ കാണുവാൻ സാധിക്കും. ഒരു വില്ലേജിലൊക്കെയാണ്, വില്ലേജ് ഭാഗത്തൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അവിടെയൊക്കെ കൂടുതൽ ആളുകൾക്ക് ദൈവാനുഗ്രഹം, ആളുകൾക്ക് നടന്നു പോകുമ്പോൾ ഇവിടെ നമുക്ക് ബെഞ്ചിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ വന്നിരിക്കുക, ഒരു മിനിറ്റ് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ഒരു ദൈവാനുഭവം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ നോമ്പിൻ്റെയൊക്കെ സമയത്ത് പലപ്പോഴും ഇവിടെയൊക്കെ നടക്കുമ്പോൾ, ഇപ്പം ഞാൻ ആയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്, ഇവിടെയൊക്കെ ആയിരിക്കും ആളുകൾ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ കാണുവാൻ സാധിക്കും, പ്രത്യേകിച്ച് നല്ല വെതറൊക്കെ ആണെങ്കിൽ. അപ്പം പ്രത്യേകിച്ച് യൂറോപ്പിൻ്റെ രാജ്യങ്ങളിലൊക്കെ ഈ വഴിയോര കുരിശുകൾ നമ്മുടെ നാട്ടിലെ കുരിശുപള്ളികൾ പോലെ കാണും. അതൊരു നല്ലൊരു അനുഭവമാണ്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ പലപ്പോഴും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുരിശുകളൊക്കെ നമുക്കും കാണുവാൻ സാധിക്കും. വഴിയോര കുരിശുകൾ, ഇങ്ങനെ ബെഞ്ച്, അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുവാനുള്ള ഒരു അവസരങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ഇത് ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ കുരിശ്. അപ്പം ആളുകൾക്ക് ആ ദൈവാനുഭവം ഫീൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ഇങ്ങനെയുള്ള വഴിയോര കുരിശുകൾ. സ്വിറ്റ്സർലൻഡിലെ വഴിയോരങ്ങളിലുള്ള കുരിശുകൾ വെറും ഒരു കുരിശു മാത്രമല്ല, അവിടെയുള്ള വിശ്വാസികൾക്ക് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ഉറപ്പുകൂടിയാണ് നൽകുന്നത്. യൂറോപ്പിലെ വിശ്വാസ ജീവിതത്തിൽ ഈ കുരിശുകൾക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലും വിശ്വാസികൾ ഈ കുരിശുകൾക്ക് ചുറ്റും ഒരുമിച്ച് കൂടുന്നു. നഗരവേദികളിലൂടെ വിശ്വാസികൾ ഭക്തിപൂർവ്വം നടത്തുന്ന കുരിശിന്റെ വഴി ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം നടന്ന് ഞങ്ങളുടെ എടവോ പള്ളിയുടെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച ഇവിടെ സ്പ്രിങ്സ് നല്ല വെയിലാണ്, അതിൻ്റെ സീസണാണ്. നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ 1 കിലോമീറ്റർ ഞങ്ങൾ നടന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം 4 വഴിയോര കുരിശുകൾ, നമ്മുടെ ചെറിയ കുരിശു പള്ളികൾ പോലെ 4 എണ്ണം ഞങ്ങൾ വഴിക്ക് കണ്ടാണ് പോകുന്നത്. പിന്നെ നോക്കുക, പള്ളിയുടെ മുറ്റത്ത് ചെറിയ മരം പൂത്തു നിൽക്കുന്നു, അത് പുറകിൽ കാണാം. അങ്ങനെ വിൻ്ററൊക്കെ മാറി സ്പ്രിങ്സിൻ്റെ ടൈമാണ്. ഇനി ആളുകളെല്ലാം ധ്യാനാത്മകമായിട്ടും വലിയൊരാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇനി പള്ളിയിലും പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ നമുക്ക് അടുത്ത് തന്നെ ആദ്യ കുർബാനയുടെ ഒരുക്കങ്ങൾ വരുന്നു, ഈസ്റ്ററിൻ്റെ ഒരുക്കങ്ങൾ വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ മനോഹരമായ ഒരു ക്രിസ്തീയ ആഴ്ചകളിലേക്ക് നമുക്ക് കടക്കുകയാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഇന്ന് യൂറോപ്പിലെ വിശ്വാസം കുറയുന്നു എന്ന വാദങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഈ കുരിശുകളുടെ സമീപത്ത് ആളുകൾ ഇന്നും എത്തി ശാന്തമായി ഇരുന്ന് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാണാം. ഈ അനുഭവം പങ്കുവച്ച മലയാളി കുടുംബം പറയുന്നത്, യൂറോപ്പിലെ ഈ വഴിയോര കുരിശുകൾ നമ്മുടെ നാട്ടിലെ കുരിശു പള്ളികളെയും വഴിയോര വിശ്വാസ ചിഹ്നങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു എന്നാണ്. സംസ്കാരങ്ങൾ വ്യത്യസ്തമായാലും ദൈവത്തെ തേടുന്ന മനുഷ്യഹൃദയം ഒരുപോലെയാണെന്ന സത്യത്തെ ഈ കുരിശുകൾ നിശബ്ദമായി നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴിയോര കുരിശുകൾ ഒരു മതചിഹ്നം മാത്രമല്ല, അത് വിശ്വാസത്തിന്റെ അടയാളവും ശാന്തിയുടെ ഇടവും ദൈവസാന്നിധ്യത്തിന്റെ ഒരു നിശബ്ദ ഓർമ്മപ്പെടുത്തലുമാണ്.